കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കോതമംഗലം രൂപത ക്ഷീരകർഷക ക്ഷേമ പ്രസ്ഥാനമായ ജീവ മിൽക്കിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം വ്യാഴാഴ്ച സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. കോതമംഗലം രൂപത ക്ഷീരകർഷക ക്ഷേമ പ്രസ്ഥാനമായ ജീവ മിൽക്കിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം വ്യാഴാഴ്ചയും ജീവ കുടുംബസംഗമം ശനിയാഴ്ചയും നടക്കും. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് പരീക്കണ്ണിയിലെ ജീവ മിൽക്ക് ഫാക്ടറിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടക്കുന്ന സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. ജീവ സൊസൈറ്റികളിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകനെ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ, മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങോട്ട് എന്നിവർ ചേർന്ന് ആദരിക്കുമെന്നും ജീവ സ്റ്റാഫിനുള്ള 8ാമത് ഭവന നിർമ്മാണ പദ്ധതി സഹായ വിതരണോദ്ഘാടനം ഫാദർ മാത്യു കോണിക്കൽ അധ്യക്ഷൽ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 22-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് സമാപന സമ്മേളനം മെയിനായിട്ടുള്ള സമ്മേളനം നടത്തുക. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആഫിമിന്റെ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ്, മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് അതിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സഫാരി ടിവിയുടെ MD സന്തോഷ് ചോർ കുടുങ്ങൽ സാറ് മുഖ്യ അതിഥിയായിട്ടാണ് ഇതിൽ പങ്കെടുക്കുക. ഇതില് കർഷകരെ ആദരിക്കുന്നുണ്ട്. അത് കർഷകരെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 42ഓളം സൊസൈറ്റികളുണ്ട്. ആ സൊസൈറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പാലളന്ന കർഷകരെയും അതുപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പാലളന്ന സൊസൈറ്റികളെയും ഗുണമേന്മയുള്ള പാലളന്നവരെയും ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു വീട് പണിതു കൊടുക്കുന്നു. 7 വീട് ഞങ്ങൾ പണിതു കൊടുത്തു. 8ാമത്തെ വീട് പണിതു കൊടുക്കുന്നുണ്ട്. അതിന്റെയും താക്കോൽദാനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ ജീവ മിൽക്ക് ചെയ്തു വരുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ ലാഭവിഹിതങ്ങളൊക്കെ കൂടുതൽ ഞങ്ങൾ ക്ഷീര കർഷകരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ക്ഷീര കർഷകരുടെ LKG മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠന സഹായമായിട്ട് 2500 രൂപ, പിന്നെ കൊട, ബാഗ് എന്നിവ കൊടുക്കുന്നുണ്ട്. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾ ക്ഷീര കർഷകരുടെ ഉള്ളവർക്ക് 35,000 രൂപയുടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഈ വർഷം ഞങ്ങളത് എല്ലാ ക്ഷീര കർഷകരുടെ മക്കൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് 25,000 ഒരു പഠന സഹായമാണ്. എല്ലാ വർഷവും പ്രൊഫഷണൽ കോഴ്സ് സ്കോളർഷിപ്പ് ആണെങ്കിൽ ഈ വർഷം പഠന സഹായമായിട്ടാണ് ഞങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ അവര് തരുന്ന പാലിന് 10 രൂപ വെച്ച് ഇൻസെന്റീവ്സ് വർഷത്തിൽ 3 പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കൗ പ്രൊട്ടക്ഷൻ സ്കീം വഴിയായിട്ട് പശു ചത്തുപോയാൽ വിത്തിൻ 7 days ഫുൾ എമൗണ്ട് ഞങ്ങൾ ക്ഷീര കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. പശു ചത്തുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ജീവ മിൽക്ക് കൂടെ ഉണ്ടെന്നുള്ളൊരു സന്ദേശവും ഞങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുക. പിന്നെ പശുവിനെ മേടിക്കാൻ യുവാക്കളുടെ ഇടയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ആളുകൾക്കാണെങ്കിലും പശുവിനെ മേടിക്കുക, അതിന് താല്പര്യം വരുത്താൻ വേണ്ടി കൗ ലോൺസ് പദ്ധതിയും ഞങ്ങൾ ഇതിന്റെ അകത്തെല്ലാം കൊടുക്കുന്നുണ്ട്. ജീവ മിൽക്കിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഡോക്യുമെന്ററി പ്രദർശനവും ചടങ്ങിൽ നടത്തപ്പെടും. ശനിയാഴ്ച വൈകിട്ട് 5-ന് നടക്കുന്ന ജീവ കുടുംബ സംഗമം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.